ഹലോ ഹായ്. ഇന്ന് ഞാൻ ഒരു ദൈവിക സ്ഥാനമുള്ള ഒരു സ്ഥലത്തിനെ പറ്റിയാണ്. ഇവിടെ ഒരു ദർഗയും ഉണ്ട്, ശിവൻ്റെ മന്ദിരമുണ്ട്, ഗണപതിയുടെ മന്ദിരമുണ്ട് ഒക്കെയുള്ളൊരു സ്ഥലമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇതിന് ഒരുപാട് വർഷം മുന്നേ പോയിരുന്നു. ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മനസ്സിലൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ അന്ന് ഞാൻ പോകുമ്പോഴും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോയത്. പിറ്റേത്തെ വർഷം ആ സമയമാകുമ്പോഴേക്കും എൻ്റെ കാര്യം സാധിച്ചു. എൻ്റെ കൂടെ അന്നൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവളും അതുപോലെ ഒരു കാര്യം മനസ്സിൽ വെച്ചു അവർക്കും നടന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നീട് എനിക്ക് ഒരുപാട് തവണ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകാൻ വേണ്ടി വിചാരിക്കും. അപ്പോഴാണ് അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞാൽ അവിടെ വർക്ക് നടക്കുവാണ്. ഇപ്പം ടൂറിസ്റ്റ് ഭക്തന്മാർക്ക് അവിടെ പ്രവേശനമില്ല എന്നറിഞ്ഞത്. എല്ലാം ബന്ദ് ചെയ്തിരിക്കുക, പണി നടക്കുന്ന കാരണം. പണ്ട് ഇതുപോലെ സ്റ്റെപ്പും അങ്ങനെ കയറി പോകാൻ ഇത്ര നല്ല സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വെറും സാധാരണ കുന്നിൻ്റെ മുകളിൽ സാധാരണ കയറിപ്പോകുന്ന അതേപോലെയായിരുന്നു. ഞങ്ങളന്ന് ഒരുപാട് നടന്നിട്ട് ഞങ്ങൾക്ക് ഇനി എത്ര ദൂരം എത്തിപ്പെടാൻ എത്ര ദൂരമുണ്ട് ഒന്നും അറിയില്ല. ഞങ്ങൾ തിരിച്ചു വരുന്ന പലരോടും ഞങ്ങൾ ചോദിക്കുമായിരുന്നു എത്ര ദൂരമുണ്ട്. അപ്പോൾ അവരും പറയും അറിയില്ല, ഇനി ഇച്ചിരിയുള്ളൂ. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കും പലരും ചോദിക്കാൻ തുടങ്ങി. എത്ര ഞങ്ങൾക്കും പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എങ്കിൽ ഒരു വല്ലാതെ ഒരു അവസ്ഥ, ഭയങ്കരം എന്താ പറയുക, നമ്മൾ ദൈവത്തിൻ്റെ വിളിയുണ്ടായാലേ ഞങ്ങൾക്കത് സാധിക്കും, കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഞങ്ങൾ വിചാരിച്ചാൽ പോകാൻ പറ്റില്ല, അവിടുത്തെ കൂടെ വിചാരിക്കണം, എന്നാലേ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നു, ഇത് കാണാൻ പറ്റിയില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പക്ഷേ തിരിച്ചു പോയെങ്കിൽ ഞങ്ങൾ മിസ് ചെയ്തു. കാരണം ഇത്രയും നല്ല പ്രകൃതി ഭയങ്കര ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഈ ഒരു മാസമായത് കാരണം എല്ലാം ചെടികളൊക്കെ ഉണങ്ങി ഇതായിരിക്കുന്നു. കുറച്ച് മാത്രമേ പച്ചപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നല്ല ഒരു വൈബാണ്. മഴക്കാലമെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ്. കുറേ കാലങ്ങളായി ഒന്ന് വരണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ റോഡൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. അങ്ങനെ മോശമായിട്ടുള്ള വരാൻ നല്ല സൗകര്യമാണ്. പിന്നെ എല്ലാം ഏപ്രിൽ മെയ് മാസങ്ങളിലായത് കാരണം എല്ലാം ചെടി വറ്റി വരണ്ടിട്ടുള്ള ഇവിടെ ചെറിയ അരുവികളും തോടുകളും പുഴകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വറ്റി വരണ്ടിരിക്കുക. പിന്നെ ഈ ദർഗേൻ്റെ മുകളിലോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഫുഡ് ഞങ്ങൾക്ക് കൊണ്ടുപോയി കഴിക്കുക. അതുപോലെ അവിടെ വാങ്ങി കഴിക്കാനും വെള്ളം എല്ലാം വാങ്ങി കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്ന് പോയത് 2:30 പോയിരുന്നത്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നത് 9 മണി കഴിഞ്ഞിന് ഇവിടെ എത്തുമ്പം. അതുപോലെ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരത്തോടെ പോയി എല്ലാം പതുക്കനെ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വേറൊരു ദിവസം വരണം. എന്നാലും നല്ല ഒരു ദിവസം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ടൂറിസ്റ്റുകളില്ലാതുകൊണ്ട് എല്ലാം വിജനമായിരിക്കുന്നു അവിടെ ബന്ധായത് കാരണം. അല്ലെങ്കിൽ ഒത്തിരി വാഹനങ്ങളുണ്ടാവും ദൂരെ നിന്നെല്ലാം. കാരണം വെച്ചാൽ കല്യാണമെല്ലാം കാണാൻ ആൾക്കാർ ദൂരെ നിന്നാണ് ആൾക്കാർ വരാറ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വാഹനങ്ങളുണ്ടാവും, ബസ്സുകളുണ്ടാവും, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. അതുകൂടാതെ ഇങ്ങനെ ഓരോരുത്തർ സ്വന്തം വാഹനങ്ങൾ പിടിച്ച് ഇപ്പം എല്ലാം കാലിയായി. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ശാന്തമായിട്ടായിരിക്കുന്നത്. അന്നൊക്കെ വരുമ്പോൾ ഒത്തിരി തിരക്കായിരുന്നു, വാഹനങ്ങളൊന്നും കിട്ടാനില്ലായിരുന്നു, അത്രമാത്രം തിരക്കായിരുന്നു. ഇപ്പം ഒരു തവണയെങ്കിലും ഇവിടെ വരണം. നല്ല പ്രകൃതി നോക്കിയേ, എന്ത് ഭംഗിയാണ്. ഇതൊരു ആശ്രമമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ആശ്രമങ്ങളൊക്കെ, വൃദ്ധാശ്രമങ്ങൾ, അനാഥാശ്രമങ്ങളൊക്കെ ഈ ഏരിയയിൽ കുറേ ഉണ്ട്. രണ്ടെണ്ണം കണ്ടു. പശുവിൻ്റെ ഫാമുകളുണ്ട്. പിന്നെ എന്താ ചെറിയ കമ്പനി ഫാക്ടറീസൊക്കെ ഉണ്ട്, ചെറിയത്. ഓർഫനേജുകളാണ് 2 ഈ സൈഡ് കാണാൻ ഉണ്ട്.
ഇവിടെ ഒരു തവണയെങ്കിലും എല്ലാവരും വന്ന് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.